മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം ഫസ്റ്റ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എഴുതിയല്ലേ. അപ്പോൾ പരീക്ഷ എഴുതിയ മക്കളൊക്കെ ടീച്ചർക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു, അടിപൊളിയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ കണ്ടു. അപ്പോൾ ടീച്ചർക്ക് ഭയങ്കര സന്തോഷം തോന്നി അതൊക്കെ കണ്ടപ്പോൾ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് മലയാളം സെക്കൻഡ് ഉഷാറാക്കണ്ടടാ, നമുക്ക് തകർക്കണ്ടേ, നമുക്ക് പൊളിക്കണ്ടേ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യവുമായിട്ടാണ് ടീച്ചർ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, അത് വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പാഠഭാഗമാണ് ഇത്, പുതുവർഷം എന്ന് പറയുന്ന കവിതാഭാഗം അല്ലേ. പുതുവർഷം എന്ന് പറയുന്ന കവിത ആരായിരുന്നു എഴുതിയത്? വിജയലക്ഷ്മിയാണ്. വിജയലക്ഷ്മി ടീച്ചറുടെ ഒരുപാട് പ്രത്യേകതകളൊക്കെ നമുക്ക് അറിയാം അല്ലേ. ഒരുപാട് പ്രധാനപ്പെട്ട കൃതികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വിജയലക്ഷ്മി എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ പുതിയ കാലത്ത് നമ്മളുടെ സമകാലീനമായിട്ടുള്ള കവിതയിൽ നിന്നൊക്കെ വേറിട്ടൊരു ശബ്ദം, സ്ത്രീകളെ കുറിച്ച് അല്ലെ, ഓണം എന്ന സങ്കല്പത്തെ കുറിച്ചൊക്കെ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് വിജയലക്ഷ്മി ടീച്ചർ. അപ്പോൾ എന്താണ്, മിത്തുകളും പുരാണങ്ങളും ആധുനിക സാമൂഹിക ജീവിതം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളുടെ എഴുത്തുകാരിയുടെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വേറിട്ട ഒരു രീതിയിൽ, വേറിട്ട ഒരു രചനാ ശൈലിയിലാണ് എന്ത് ചെയ്തിരിക്കണേ നമ്മുടെ വിജയലക്ഷ്മി ടീച്ചർ കവിതകൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയായിരുന്നു പുതുവർഷം എന്ന് പറയുന്ന നമ്മളുടെ ആദ്യത്തെ പാഠഭാഗം അല്ലേ. അപ്പോൾ അതിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ കവിതയിൽ പല കാലഘട്ടങ്ങളെ, കൗമാരകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ബാല്യകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഓണത്തെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് ബാല്യകാലത്തിൻ്റെ പ്രത്യേകതകൾ അല്ലേ. എന്താണ് കവിതയിൽ കവയിത്രിയുടെ ബാല്യകാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലേ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നമ്മളോട് പരീക്ഷയ്ക്ക് ഒരു ചോദ്യമുണ്ടാവും. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പാഠഭാഗമാണ് ഇത്, ഈ പുതുവർഷം എന്ന് പറയുന്ന കവിതയിലുള്ള പ്രധാനപ്പെട്ട വരികളൊക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ കാലം എന്ന് പറയുന്നത്? അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നൊരാ പോയ കാലം അല്ലേ. മാവേലി നാടുവാണിയിടും കാലം പാടി പൂന്നുള്ളിപ്പോയ പൊന്നോണക്കാലം. പിന്നെന്താണ് വരികളിൽ? ദേവിതൻ കോവിലിൽ കുഞ്ഞെടുപ്പിട്ട് ഞാൻ ഓരോ പടി എണ്ണിക്കേറുന്നേരം കൂപ്പുക കുഞ്ഞിക്കൈ എങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം അല്ലെ. ഇതൊക്കെ ബാല്യകാലത്തെ കുറിച്ച് പറയുന്നതാണ് അല്ലെ. ഇനിയുള്ള വരി എന്തായിരുന്നു? പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരിച്ച് ആരോടും കൂടെ നടന്ന കാലം അല്ലെ. അങ്ങനെ ആരോടും ദേഷ്യമില്ല, വഴക്കില്ല, എല്ലാവരടുത്തും പുഞ്ചിരിച്ച് സന്തോഷത്തോടുകൂടെ അല്ലെ, ഒരു വൈരാഗ്യവും ഇല്ല, എല്ലാവരടുത്തും എങ്ങനെയാണ്, ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് എന്ത് ചെയ്യണോ ഈ പെൺകുട്ടി അല്ലെ ഈ ബാല്യകാലത്തിൽ അത്രയും എൻജോയ് ചെയ്ത് നടന്നിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. പിന്നെ എന്ത് പറയുന്നു? ആദ്യത്തെ വരി എന്തായിരുന്നു? അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന കാലമാണ്. നമ്മളുടെയൊക്കെ കാലം അങ്ങനെയാണ് അല്ലേ. അമ്മമാർ പറയുന്നതാണ്, അമ്മയുടെ സാരിത്തുമ്പിൻ്റെ അറ്റത്താണ് നമ്മളൊക്കെ എന്ത് ചെയ്തിരുന്നത്, നമ്മളൊക്കെ ജീവിതം ഇങ്ങനെ പിച്ച വെച്ച് നടന്നിരുന്നത് അല്ലേ. കാരണം അമ്മ എന്ന ലോകം മാത്രമായിരുന്നു നമ്മളുടെ അല്ലേ എല്ലാം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അമ്മ പറയുന്നതിൻ്റെ അപ്പുറത്തൊന്നും വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും. അങ്ങനെ എല്ലാ വിശേഷങ്ങളും അമ്മയെടുത്ത് വന്ന് ഷെയർ ചെയ്യും അല്ലേ. പിന്നെ പതിയെ നമ്മൾ വളരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, അവിടെ അല്ലേ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു, നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവുന്നു അല്ലേ. പിന്നെ അമ്മയുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട സമയമൊക്കെ കുറഞ്ഞു വരുന്നു അല്ലെ, ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു. അങ്ങനെ പതിയെ ആ ബന്ധം എന്ത് ചെയ്യാണ്, ഇങ്ങനെ നീണ്ട് അല്ലെ. അതിനിടയിൽ വെള്ളലുകളൊക്കെ വന്ന് അല്ലെ, കൗമാരകാലമാകുമ്പോൾ പ്രത്യേകിച്ചും അമ്മമാരിൽ നിന്നും പാരൻസിൽ നിന്നൊക്കെ അകന്നു പോകുന്ന ഒരു പ്രവണതയാണ് പൊതുവേ നമ്മൾ കാണുന്നത് അല്ലേ. പക്ഷെ നമ്മളാരും അങ്ങനെയൊന്നും ആവാൻ പാടില്ല അല്ലേ. എല്ലാ കാലത്തും അമ്മമാരോട് പറയുന്ന തമാശകളും കഥകളും പങ്കുവയ്ക്കാൻ ഒരുപാട് ഓർമ്മകളും അല്ലെ ഒക്കെ നമുക്ക് ഉണ്ടാവണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ബാല്യകാലത്താണ് എന്ത് ചെയ്യുന്നത്, അത് ഏറ്റവും കൂടുതൽ ആ ആത്മബന്ധം നമുക്ക് കാണാൻ പറ്റുക. അമ്മ പറയുന്നതിനപ്പുറത്ത് മറ്റൊന്നും ഇല്ലാതിരുന്ന കാലമാണ് ബാല്യകാലം എന്ന് പറയുന്നു. പിന്നെ ഓണക്കാലത്ത് എന്താണ്, മാവേലി നാടുവാണിടും കാലം അല്ലെ. എന്താണ്, പൂവേ പൊലി. അങ്ങനെ ഓണക്കാലത്ത് ഒരുപാട് ഓണപ്പാട്ടുകളൊക്കെ പാടി എന്ത് ചെയ്തിരുന്നു, കൂട്ടുകാരുടെ കൂടെ പൂക്കളൊക്കെ നുള്ളിപ്പോയ ഒരു ബാല്യകാലത്തെ കുറിച്ചാണ് ആരാലോചിക്കുന്നത്, നമ്മളുടെ കവിയത്രി അല്ലേ. ഓണക്കാലമാണ് അല്ലേ, ഓണം നമ്മുടെ തൊട്ടടുത്തെത്തി നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളൊക്കെ പൂ പറിക്കാൻ പോകാറുണ്ടോ? ഉണ്ടോ? അങ്ങനെ പൂക്കൂടെയൊക്കെ എടുത്തിട്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പൂ പറിക്കാൻ പോകാനുണ്ടോ? എവിടെയാണ് നമ്മൾ പൂ പറിക്കാൻ പോകേണ്ടത് അല്ലേ. പണ്ടത്തെ തലമുറയ്ക്ക് ഉണ്ടായിരുന്ന പോലെ വയലുകളോ അല്ലെങ്കിൽ അല്ലെ കുന്നും മലകളും അല്ലെ മലഞ്ചെരുവുകളിലുള്ള പൂക്കളൊന്നും കിട്ടാനുള്ള അല്ലേ നുള്ളിപ്പോകാനുള്ള ഭാഗ്യമൊന്നും നമുക്കില്ല അല്ലേ. കാരണം എന്താണ്, ഇതൊക്കെ ഇന്ന്
നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൺമറഞ്ഞു പോയ ഓർമ്മകളിൽ പെടുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ കവയിത്രിയുടെ ബാല്യകാലത്ത് എന്ത് ചെയ്തിരുന്നു? ഓണക്കാലത്ത് പാട്ടുകൾ പാടി അല്ലേ, പൂക്കൾ നുള്ളിപ്പോയിരുന്നു എന്ന് പറയാണ്. ഇനിയോ കോവിലിൽ കൈകൂപ്പിയാൽ കരിവള കാപ്പാകും അല്ലേ. കുഞ്ഞിക്കൈൻ്റെ കയ്യിലിട്ട കരിവളകളൊക്കെ എന്താണ്, കരിവളകളൊക്കെ എന്ത് ചെയ്യും? കാപ്പാകും, സ്വർണ്ണവളകളായി തീരുന്നതാണ് അല്ലേ. അപ്പം ഭക്തിയോട് കൂടെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തലൊക്കെ എന്ത് ചെയ്യണോ അമ്മ അവിടെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അല്ലേ. പിന്നെ എന്താണ്, പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം അല്ലേ. നമ്മളൊക്കെ എങ്ങനെയാ സ്കൂളിൽ പോവുക? വല്ല കിൻഡർ ജോയോ അല്ലെങ്കിൽ എന്താണ് ബബിൾ ഗമോ ചുയിങ്കമോ ഒക്കെ അല്ലേ. എന്നിട്ട് ഇതൊക്കെ അല്ലേ അടിയിൽ ബെഞ്ചിൻ്റെ അടിയിൽ പറ്റിച്ച് വെക്കുന്ന വൃത്തിയുടെ സ്വഭാവമൊക്കെ നിങ്ങൾക്കുണ്ടോ? ചില ക്ലാസ്സിലൊക്കെ നമുക്ക് പോയാൽ അങ്ങനെ കാണാനൊക്കെ പറ്റും അല്ലേ. അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ. പിന്നെ ടീച്ചർ കാണാതെ ഇങ്ങനെയൊക്കെ തിന്നുന്ന ആളുകളാണോ നിങ്ങൾ അല്ലേ? ബിസ്ക്കറ്റ്, പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ, കോലുമിഠായി, അങ്ങനെയുള്ള മിഠായികളൊക്കെ എന്ത് ചെയ്യും നമ്മുടെ ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച് തിന്നു അല്ലേ. അപ്പം അങ്ങനെ ഒളിപ്പിച്ച് വെച്ച് ആരോടും വഴക്കില്ലാതെ എല്ലാവരോടും സ്നേഹത്തോടെ നടന്നിരുന്ന കാലമായിരുന്നു ഏത്? ബാല്യകാലം എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ എന്താണ്, അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയം അമ്മയോടൊത്ത് തന്നെ അല്ലേ. അപ്പം എന്താണ്, അമ്മയോടൊത്ത് തന്നെ അന്ന് പൂക്കളം തീർത്തിരുന്ന ഓർമ്മകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാണ് ബാല്യകാലത്തിൽ കവയിത്രി ഓർക്കാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ബാല്യകാലത്തെക്കുറിച്ചുള്ള കവയിത്രിയുടെ ഓർമ്മകൾ കേട്ടോ. എങ്ങനെയാണ് കവിതയിൽ ചിത്രീകരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ 4 മാർക്കിന് നമ്മളോട് ചോദിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, കൗമാരകാലത്തെക്കുറിച്ച് ചോദിക്കും, അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച് ചോദിക്കും, മാറുന്ന കാലത്തെ കുറിച്ചൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, വിശദമായിട്ട് പഠിക്കണം. അപ്പോൾ വഴിയെ മാരത്തോണും ലൈവുകളും ഒക്കെ ആയിട്ട് ടീച്ചർ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഉഷാറാക്കണം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ടീച്ചർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തകർത്ത് ഉഷാറായി അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനി മക്കൾക്ക് ഏതാണ് വീഡിയോ വേണ്ടത്, എന്തിനെക്കുറിച്ച് അറിയേണ്ടതെന്നൊക്കെ എന്ത് ചെയ്യണം, മക്കൾ താഴെ കമൻറ്റ് ചെയ്യണം. എല്ലാവരും സൂപ്പറായിട്ടിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പം എന്താണ്, ഓൾ ദ ബെസ്റ്റ്.